ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 2 റീഫ്രഷ് ഡ്രിങ്കാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് അതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കൊരു പീലർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തൊലിയേക്കൊന്ന് നല്ലപോലെ ഒന്ന് ചെത്തിയെടുക്കാം. നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം പുളിയില്ലാത്തൊരു മാങ്ങ എടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാം നമ്മുടെ തൊലിയേക്കെല്ലാം ചെത്തിക്കളഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ ഭാഗവും നമുക്ക് അതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ മാങ്ങനെ നമുക്ക് ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതുപോലെ ഈ ഒരു ലെവലിൽ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജ്യൂസിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് സാൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ട പഞ്ചസാര 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ടോ, അരച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്കിത് അരപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാണ്ടോ, അരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കേട്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൊന്ന് പുതിനയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂട് സമയത്തുകൊണ്ട് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല റിലാക്സ് ആയിട്ടിരിക്കും. നമ്മൾ ഈ വയറും മനസ്സും എല്ലാം ഒരുപോലെ നിറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് കൂടി ഉണ്ടാക്കിയാലോ. ഇതിനായി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില നന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ നീര് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് ഐസ് ക്യൂബും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതാണ്ടോ, അരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിൻറ്റ് ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അവിടെ നാരങ്ങ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്, അന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുതിനയില നമുക്ക് കൈയോടൊന്ന് പിച്ച് പറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് സ്പ്രൈറ്റാണ്. നമുക്ക് ഈ സ്പ്രൈറ്റ് പതുക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പുറത്ത് പോകാത്ത രീതിയിൽ പതുക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായിട്ട് കറക്റ്റ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്കായിട്ട് ഞാനിവിടെ നാരങ്ങ സെൻറ്റർ കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പുതിന ഇലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റീഫ്രഷിംഗ് ആയിട്ട് 2 ഡ്രിങ്കാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പല ആൾക്കാർക്കും ഇതുപോലത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. പക്ഷേ എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.